കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. 596 പവൻ സ്വർണം തട്ടിയെടുത്ത് കാസർഗോഡ് പ്രവാസി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്ക് കടക്കുന്നു. ജില്ലയ്ക്ക് പുറത്ത് സ്വർണം വിൽപ്പന നടത്തിയെന്നാണ് പ്രതികളുടെ മൊഴി. സ്വർണം വിറ്റ് കിട്ടിയ പണം പ്രതികൾ ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും വിനിയോഗിച്ചുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഗുഡ് മോർണിംഗ് അരുൺ പാറയ്ക്കൽ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ മന്ത്രവാദി KH ഷമീന ചില്ലറക്കാരിയല്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. KH ഷമീനയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഉവൈസ്, ഒന്നാം പ്രതി ഉവൈസും ചേർന്ന് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും പ്രതികളെ ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നതാണ് ഏറ്റവും പുതുതായി പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. ഒപ്പം ഈ പ്രതികളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, അതായത് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഇതിനൊരു പരമ്പരയുണ്ട്. 2022 ഡിസംബർ മുതലാണ് ഈ ഒരു കേസിൻ്റെ ആദ്യഘട്ടം തുടങ്ങുന്നത്. ഈ KH ഷമീനയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട അബ്ദുൽ ഗഫൂർ ഹാജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആ മൊഴികൾ പോലീസിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട്. 596 പവൻ സ്വർണം, അത് കാസർഗോഡ് ജില്ലയ്ക്കകത്തും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ, ഈ ജില്ലയ്ക്ക് പുറത്ത് മംഗലാപുരം, കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിലും ഈ പ്രതികൾ വിറ്റഴിച്ചു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഈ സ്വർണ്ണമൊക്കെ റിക്കവർ ചെയ്യേണ്ടതുണ്ട്. അത് എത്രത്തോളം സ്വർണം പോലീസിനെ കണ്ടെത്താൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഇപ്പോൾ കാസർഗോഡ് നഗരത്തിലെ അരമന ജ്വല്ലറിയിലാണ് പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. 20 പവനോളം സ്വർണം പോലീസ് കണ്ടെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി ജില്ലയ്ക്ക് പുറത്തും പോലീസിന് ഈ സ്വർണം കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങണം, അതിനുശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ആഡംബര ജീവിതത്തിനും അതുപോലെ തന്നെ ഭൂമി ഇടപാടിനും വേണ്ടി ഈ സ്വർണം ഉപയോഗിച്ചു എന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു പദ്ധതി, അതായത് തട്ടിപ്പും അതുപോലെ തന്നെ കൊലപാതകവും ആസൂത്രണം ചെയ്ത ഒന്നാം പ്രതി ഉബൈസാണ്. അത് കൃത്യമായി തന്നെ നടപ്പിലാക്കി, ഇരുചെവി അറിയാതെ നടപ്പിലാക്കി എന്നുള്ളതാണ് SKN. ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മയ്യത്ത് നമസ്കാരം നടക്കുന്ന സമയത്തുൾപ്പെടെ, കുളിപ്പിക്കുന്ന സമയത്തുൾപ്പെടെ ഈ ഒന്നാം പ്രതി ഉബൈസ് ആ പ്രദേശത്തുണ്ടായിരുന്നു. അത് വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങൾ അത് ഉബൈസിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നു. ഈ മന്ത്രവാദിനിയും സംഘവും ചില്ലറക്കാരല്ല എന്നാണ് പറയുന്നത് SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.